ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് പച്ചരി 2 മണിക്കൂർ നേരം നമുക്ക് കുതിരാൻ വെക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമായ ശർക്കരപ്പാനി നമുക്ക് ഉരുക്കിയെടുക്കാം. 1.5 കപ്പ് ശർക്കരപ്പാനിയാണ് നമുക്ക് വേണ്ടത്. ശർക്കരപ്പാനി നമുക്ക് തണുക്കാനായി മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചരി 1.5 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം. ഈ പച്ചരിയുടെ കൂടെ 1/2 കപ്പ് ശർക്കരപ്പാനിയും 4 ഏലക്കയും ചേർത്ത് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കാം. ഈ അരച്ചെടുത്ത മിക്സിയിലേക്ക് 1/2 കപ്പ് മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാം. മൈദ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ് ഉണ്ടാകും ഉണ്ണിയപ്പം. മിക്സിയുടെ ജാറിലേക്ക് മൈദ ഇട്ടിട്ട് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നോക്കാം. വെള്ളത്തിൻ്റെ കുറവുണ്ട്. നമുക്കപ്പോൾ എന്ത് ചെയ്യാം, കുറച്ച് 1/2 കപ്പ് ശർക്കരപ്പാനി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2 പഴം ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന 2 പഴം കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് അരച്ചെടുത്ത് ഈ ബൗളിലേക്ക് ഒഴിച്ച് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ച് നമ്മുടെ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഈ തേങ്ങാക്കൊത്ത് ഉണ്ണിയപ്പത്തിൽ കടിക്കാൻ കിട്ടുന്നത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. തേങ്ങാക്കൊത്തിൻ്റെ കൂടെ കറുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഈ വറുത്തെടുത്ത മിക്സ് നമുക്ക് ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്തത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ഉപ്പ് എല്ലായിടത്തും എടുക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കൺസിസ്റ്റൻസി നോക്കിയിട്ട് മധുരവും നോക്കിയിട്ട് നമ്മൾ മധുരം വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ശർക്കരപ്പാനി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മൊത്തം 1.5 കപ്പ് ശർക്കരപ്പാനിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഓയിലും കുറച്ച് നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും കിട്ടും. എണ്ണ ചൂടായി വരുന്നതിലേക്ക് നമുക്ക് എല്ലാ കുഴിയിലേക്കും നമ്മുടെ ബാറ്റർ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഈ എണ്ണയിൽ കിടന്നുകൊണ്ട് നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ഒന്ന് വെന്ത് വരുന്നുണ്ട്. കളറ് മാറുന്നതിനനുസരിച്ച് നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. കളറ് മാറി ഒരു ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമുക്കിത് അടുപ്പത്ത് നിന്ന് എടുക്കാം കേട്ടോ. നല്ല എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.